ഹലോ കൂട്ടുകാരെ, വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാണ് നമ്മുടെ തിരുവനന്തപുരം എന്ന് കാണിക്കുന്ന വീഡിയോയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത്. ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന വിനായകൻ്റെ ക്ഷേത്രവും ജുമാ മസ്ജിദും തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗമായ പാളയത്താണ് സ്ഥിതി ചെയ്യുന്നത്. തൊട്ടടുത്ത് ഒരു ക്രിസ്ത്യൻ ചർച്ചും സ്ഥിതി ചെയ്യുന്നു. ഇവ 3 ആരാധനാലയങ്ങളും വർണ്ണവിസ്മയം തീർത്തുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു ജില്ലയിലും കാണാൻ സാധിക്കാത്ത കാഴ്ചയാണ് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഇത് നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരേ സമയത്ത് 3 മതക്കാർ ഒത്തൊരുമിച്ച് കൂടുന്നത് ഇനി തിരുവനന്തപുരത്തെ പാളയത്തായിരിക്കും. ആഘോഷങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിനി ഏതായാലും, ആറ്റുകാൽ പൊങ്കാലയായാലും ഓണമായാലും ക്രിസ്മസ് ആയാലും റംസാനായാലും ജാതി മത ഭേദമന്യാണ് ഇവിടെ എല്ലാവരും ആഘോഷമാക്കി തീർക്കുന്നത്. ഇപ്പോൾ ഈ കാഴ്ച ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിലാണ്. ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ സാധിച്ചതിൽ മനസ്സിനൊരു കുളിർമയും സന്തോഷവുമുണ്ട്. 2 വർഷത്തിലേറെയായി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങിയിട്ട്. ഇപ്പോഴാണ് ഈ ക്ഷേത്രം പൂർത്തിയായത്. ഏപ്രിൽ 14 വിഷുവിൻ്റെ അന്നാണ് സന്ദർശകർക്കായി ഈ ക്ഷേത്രം തുറന്നുകൊടുത്തത്. ഈ ക്ഷേത്രത്തിലെ വിഘ്നേശ്വര ശില്പം ആരെയും ആകർഷിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശില്പചാതുരയാൽ വർണ്ണാഭമായ നിർമ്മാണ രീതിയാണ് ഈ ക്ഷേത്ര കവാടം. ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ കാണാൻ നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകണം. അവിടെ മാത്രമേ ഈ രീതിയിലുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഈ ക്ഷേത്രം വന്നതോടുകൂടി ഞായറാഴ്ചകളിൽ ഈ 3 ആരാധനാലയങ്ങളിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ ക്ഷേത്രം വന്നതോടെ തിരുവനന്തപുരത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിയെന്ന് പറയാം. ഇതൊക്കെയാണ് ഒരു മതസൗഹാർദ്ദത്തിൻ്റെ കൺമുന്നിൽ കാണുന്ന തെളിവുകൾ. മറ്റുള്ള ജില്ലയിലും ഇതൊരു മാതൃകയാകട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ നിർമ്മിച്ച ഈ ക്ഷേത്രത്തിൻ്റെ പേര് ശ്രീ ശക്തിവിനായക ക്ഷേത്രമെന്നാണ്. പാളയം മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ക്ഷേത്രം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.